to the textbook questions. First one. What advice did the dying mother give her daughter? മരണാസന്നയായ അമ്മ മകൾക്ക് എന്ത് ഉപദേശമാണ് നൽകിയത്? The dying mother told Cinderella to be a good and pious girl and God would always take care of her. She further said she would watch and protect her from heaven. എന്താണ് ഉപദേശം നൽകിയത്? നല്ല പെൺകുട്ടിയായിരിക്കണം, നല്ല ഭക്തിയുള്ള പെൺകുട്ടിയായിരിക്കണം, ദൈവം നിന്നെ കാത്തുകൊള്ളും, സ്വർഗത്തിലിരുന്ന് ഞാനും നിന്നെ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. Second one, Cinderella was ill-treated by a stepmother and stepsisters. What could be the reason? രണ്ടാനമ്മയും അവരുടെ രണ്ട് പെൺമക്കളും സിൻഡ്രല്ലയോട് മോശമായി പെരുമാറി. എന്തായിരിക്കാം കാരണങ്ങൾ? Cinderella was more beautiful than the two girls of the stepmother. The hearts of the sisters were wicked and ugly, although they looked beautiful outside. The stepmother was a proud and unkind woman. അപ്പോൾ ആ കാരണങ്ങൾ എന്താ വെച്ചാൽ സിൻഡ്രല്ല ആ രണ്ട് പെൺകുട്ടികളെക്കാൾ സുന്ദരിയായിരുന്നു. പിന്നെ രണ്ട് പെൺകുട്ടികളും സുന്ദരിയായിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് അവർ ഭയങ്കര ക്രൂരയും കൗശലമായിരുന്നു. പിന്നെന്താണ്, രണ്ടാനമ്മയാണെങ്കിലോ ഭയങ്കര പ്രൗഡ് അല്ലെങ്കിൽ അൺകൈൻഡ്, ഒട്ടും ദയയില്ലാത്തൊരു സ്ത്രീയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സിൻഡ്രല്ലയോട് അവർ ഒട്ടും ദയയില്ലാതെ പെരുമാറാനുള്ള കാരണങ്ങൾ. Why is Cinderella called so? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ടാണ് സിൻഡ്രല്ലയെ അങ്ങനെ വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? സിൻഡ്രല്ല did not have a room or bed of her own. ഒരു ബെഡോ റൂമോ ഒന്നും ഉണ്ടായിരുന്നില്ല. She had to sleep on the hearth among the cinders. എവിടെയാണ് സിൻഡ്രല്ല കിടന്നിരുന്നത്? അടപ്പിന്റെ അടുത്ത്, ഈ സിൻഡേഴ്സിന്റെ അടുത്താണ് സിൻഡ്രല്ല കിടന്നിരുന്നത്. So she always looked dusty and dirty and so she was called Cinderella. എപ്പോഴും പൊടിയും പുകയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് സിൻഡ്രല്ല എന്നൊരു പേര് സിൻഡ്രല്ലക്ക് വന്നത്. അങ്ങനെ ഒരു പേരുണ്ടായിരുന്നല്ലോ അല്ലേ? നല്ലൊരു പേരല്ലേ എന്തായാലും. Fourth one, if my mother had been alive, she would have sent me to the ball. Why does Cinderella think so? എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അവൾ എന്നെ നൃത്തത്തിന് അയക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് സിൻഡ്രല്ല അങ്ങനെ ചിന്തിക്കുന്നത്? She thinks so because her mother loved her. Her mother would have wanted her daughter to go to the ball to seek the hand of the prince, but the stepmother did not allow her to go. എന്താണ്, അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിട്ടാനെ അല്ലേ? കാരണം അമ്മയ്ക്ക് രാജകുമാരനായിട്ട് കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമുണ്ടാവും. പക്ഷെ സ്റ്റെപ്പ് മദറിന് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. അഞ്ചാമത്തെ, what changes occur to the following things? A pumpkin, B mice, C lizards, D rags. താഴെ പറയുന്ന കാര്യങ്ങളിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു? മത്തങ്ങ, എലികൾ, പല്ലികൾ, മുഷ്ണികൃതമായ വസ്ത്രങ്ങൾ. അവർക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? Pumpkin changed into red coach, mice into white horses, lizards into footmen, rags into beautiful clothes of silk and gold. ആറാമത്തെ ക്വസ്റ്റ്യൻ, what would happen to Cinderella if she cannot return home before 12 o'clock? 12 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ സിൻഡ്രല്ലയ്ക്ക് എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? The magic spell will end and everything will turn back to the original form. മാജിക് അവസാനിച്ച് എല്ലാം പഴയതുപോലെ ആകും 12 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തിയില്ലെങ്കിൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, why did Cinderella pretend to be asleep? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല ഉറങ്ങുന്നതായി നടിച്ചത്? Cinderella pretended to be asleep to show the sisters that she was asleep at home and she had not gone anywhere. എന്താണ്, ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് ധരിപ്പിക്കണമായിരുന്നു, കാരണം ബോളിൽ പോയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതിനാണ് സിൻഡ്രല്ല ഉറക്കം നടിച്ചത്. This news excited the ladies. What is the news referred to? ഈ വാർത്ത സ്ത്രീകളെ ആവേശഭരിതരാക്കി. എന്താണ് വാർത്ത പരാമർശിക്കുന്നത്? The news that the prince would visit their home to find out the lady he wanted to marry. ആ ലേഡീനെ കണ്ടുപിടിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടി ആ ലേഡീനെ കണ്ടുപിടിക്കാൻ വരും എന്നുള്ള വാർത്തയാണ് സ്ത്രീകളെ ആവേശഭരിതരാക്കിയത് അല്ലേ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, pick out the sentences which show that the stepmother and her daughters were greedy and over ambitious. രണ്ടാനമ്മയും അവളുടെ പെൺമക്കളും അത്യാഗ്രഹികളും അതിമോഹമുള്ളവരുമാണെന്ന് കാണിക്കുന്ന വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. Then the mother handed her a knife and said, cut the toe off, for when you are a queen you will never have to go on foot. So the girl cut off her toe, squeezed her foot into the shoe. Then the mother handed her the knife, saying, cut off a piece of a heel. When you are a queen you will never have to go on foot. So the girl cut off a piece of her heel and thrust her foot into the shoe. രണ്ടുപേരോടും പറയുന്ന ആ സെന്റൻസസ് ആണ് നമ്മൾ അത് അവര് ഭയങ്കര ദുരാഗ്രഹികളായിരുന്നു എന്ന് കാണിക്കുന്ന വരികൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ, Cinderella pardoned her sisters and took them to the palace. What quality of Cinderella is revealed here? സിൻഡ്രല്ല അവരുടെ സഹോദരിമാരോട് ക്ഷമിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. സിൻഡ്രല്ലയുടെ എന്ത് ഗുണനിലവാരമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? The quality of forgiveness, generosity and sympathy. അപ്പോൾ സിൻഡ്രല്ല നല്ല കഴിവുകളും ഗുണങ്ങളും ഒക്കെ ഉള്ള സുന്ദരി പെൺകുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ?
നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ലെറ്റ് us revisit the story. അപ്പോൾ സ്റ്റോറി റീവിസിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, Cinderella had to suffer because of the bad treatment from her stepmother and stepsisters. Write briefly about her suffering and her reactions to it. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയെ അവരുടെ പെൺകുട്ടിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് സിൻഡ്രല്ല അനുഭവിച്ച ദുരിതത്തിനെ കുറിച്ച് സമ്മറി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. Cinderella's stepmother was proud and unkind. Her stepsisters were beautiful from the outside, but they were wicked and ugly inside. The stepsisters treated Cinderella like a kitchen maid. They took away all her good dresses. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ്. പിന്നെ എന്താണ്? They made her wear an old dress and wooden shoes. വുഡൻ ഷൂസും പഴയ ഒരു ഡ്രസ്സ്, കീറിയ ഡ്രസ്സാണ് കൊടുക്കുന്നത്. Cinderella had to do all the work at home from morning till night. She got up early in the morning, made the fire, cooked and washed. She had no bed to lie down, and she had to rest on her hearth among the cinders. She always looked dusty and dirty, so they named her Cinderella. Cinderella often cried and thought about her mother. സോ ഇതൊക്കെയാണ് നമ്മളുടെ കാരണങ്ങൾ. പഴയ ഡ്രസ്സ് കൊടുത്ത് പിന്നെ കിച്ചൺ മെയ്ഡ് ആക്കി, കിടക്കാൻ സ്ഥലമില്ല, സിൻഡേഴ്സിനടുത്ത് കിടന്ന് എപ്പോഴും പൊടിയും അഴുക്കും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് സിൻഡ്രല്ല എന്ന് വിളിച്ചു. അപ്പോൾ സിൻഡ്രല്ല ഇതൊക്കെ ഓർത്ത് എല്ലാ ദിവസവും റിയാക്ഷൻ എന്തായിരുന്നു? കരയുക മാത്രമാണ് സിൻഡ്രല്ല ചെയ്തിരുന്നത്, അല്ലാതെ ദേഷ്യപ്പെട്ടൊന്നും പറയുന്നില്ല. Second question, Cinderella left one of a glass shoe in the ballroom. How did the incident change her life? ഗ്ലാസ് ഷൂസ് ബോൾ റൂമിൽ ഉപേക്ഷിച്ചിട്ട് വരേണ്ടി വന്നു. അതെങ്ങനെയാണ്, ആ സംഭവം എങ്ങനെയാണ് സിൻഡ്രല്ലയുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ് ചോദ്യം. When Cinderella heard the clock striking 12, she jumped up and ran. In a hurry, one of her glass shoes was left in the ballroom. The prince became very sad when Cinderella left him. His servants brought the glass shoe she had left behind. The prince wanted to find out the girl who danced with him. അപ്പോൾ ഷൂസ് അവിടെ ഉപേക്ഷിച്ച് വരുമ്പോൾ രാജകുമാരൻ ആ ഷൂസിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. So he went to every house and asked the girls there to try on the glass shoe. അപ്പോൾ എല്ലാ വീട്ടിലും പോയിട്ട് ഗ്ലാസ് ഷൂസ് ട്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. The girls tried it but it would not fit them. അത് ട്രൈ ചെയ്തെങ്കിലും ആരെയും ഫിറ്റ് ആയില്ല. Finally the prince went to Cinderella's house. The two stepsisters tried to fit their foot into the shoe, one cutting a toe off and the other cutting a piece of a reel. But the prince saw the blood and he was angry with him. സിൻഡ്രല്ലയുടെ വീട്ടിലും ചെല്ലുന്നുണ്ട്. സിൻഡ്രല്ലയുടെ വീട്ടിലും സിറ്റുവേഷൻ അറിയാലോ, ഓൾറെഡി മിസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ചാപ്റ്ററിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. Then Cinderella came forward and said she would try it. It fitted her perfectly. All were surprised. She then brought the other shoe with her and put it on her right foot. The fairy changed Cinderella's clothes into clothes of silk and gold. The prince danced with joy and said this was the right bride. അപ്പോൾ ഇങ്ങനെയാണ് സിൻഡ്രല്ലയുടെ ജീവിതം മാറി മറിയുന്നത്. മൂന്നാമത്തെ, Cinderella is a lovable girl. Why do you think so? Pick out the sentences to substantiate your answer. എന്താണ് നമ്മൾ സിൻഡ്രല്ല ഒരു നല്ല ലവിങ് ഗേൾ ആണെന്ന് ലവബിൾ ഗേൾ ആണെന്ന് മനസ്സിലാക്കുന്ന വരി എടുത്തു പറയാനാണ് പറഞ്ഞേക്കുന്നത്. Cinderella is certainly a lovable girl. The maiden went every day to her mother's grave and wept and remained pious and good. എല്ലാ ദിവസവും അമ്മ മരിച്ചിട്ട് കുഴിമാടത്തിൽ പോവുകയും അവിടെ ചെന്ന് കരയുകയും ചെയ്യും. പിന്നെ നല്ല പെൺകുട്ടി, നന്മയുള്ള പെൺകുട്ടിയും പിന്നെ എന്തായിരുന്നു, ഭക്തിയുള്ള പെൺകുട്ടിയായിട്ടിരിക്കാൻ, ഡിവോട്ടഡ് ഗേൾ ആയിട്ടിരിക്കാൻ സിൻഡ്രല്ല ചെയ്യുകയും ചെയ്തു അമ്മ പറയണ അനുസരിച്ച്. Cinderella pardoned her sisters and took them to the palace. അപ്പോൾ പിന്നെ ഒരു സെൻറ്റൻസ് ഉള്ളതെന്ന് വെച്ചാൽ സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനോട് ക്ഷമിച്ച് അവരെയും കൊട്ടാരത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സിൻഡ്രല്ല ഒരു നല്ല ലവബിൾ പെൺകുട്ടിയാണ് എന്ന്. മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 1. അപ്പം നമ്മൾ ആക്ടിവിറ്റി 1 ചെയ്യാൻ പോവാണ്. എന്താന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Cinderella begged her stepmother to allow her to attend the ball. അപ്പോൾ സിൻഡ്രല്ല ബെഗ് ചെയ്യുന്ന ആ സീനാണ്. What? You, Cinderella? In all your dust and dirt? You want to go to the ball? You have no dress and no shoes. You want to dance? She turned her back to Cinderella and hurriedly set out with her 2 proud daughters. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. Wiping her tears, she began to think, what would be the thoughts of Cinderella? അപ്പോൾ സിൻഡ്രല്ല ആ സമയത്ത് എന്തൊക്കെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക? ദാറ്റ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു. അപ്പോൾ നിങ്ങളാണ് അത് ഇമാജിൻ ചെയ്യാൻ പോകുന്ന. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെ കാണുന്നുണ്ട്, അമ്മനെ ഓർക്കുന്നുണ്ട്, പണിയെടുക്കുന്നത് ഓർക്കുന്നുണ്ട്, ബോളിൽ പോകുന്നു. അപ്പോൾ സോ വാട്ട് ഈസ് ദീസ് തോട്ട്സ്? ഈ ഇമേജ് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു സീ വാട്ട് ഹർ തോട്ട്സ് ആർ, അല്ലേ? എന്തൊക്കെയാണ് ചിന്തിച്ചത്. നമുക്കൊരു സങ്കടം വരുമ്പോഴായാലും സന്തോഷം വരുമ്പോഴായാലും ഒരുപാട് ചിന്തകൾ, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു സംഭവമാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാനുള്ള ഭയങ്കര കഴിവുള്ളതല്ലേ, അല്ലേ?
അത് തന്നെയല്ലേ നമ്മളെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. സോ ഇവിടെ സിൻഡ്രല്ല എന്താ ചിന്തിക്കണേന്ന് നോക്കാം. ഹൗ ലക്കി, എ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ദിസ് ഇസ് എ. ഹൗ ലക്കി മൈ സിസ്റ്റേഴ്സ് ആർ ദർ, ദേ ആർ ഗോയിങ് ടു ദ ബോൾ. അവർ ഭയങ്കര ലക്കി ആണല്ലോ, അവർ ബോളിൽ പോവാണ് എന്നാണ് സിൻഡ്രല്ല ആദ്യത്തെ ചിന്തിക്കുന്നത്. രണ്ടാമത് എന്താണ് സിൻഡ്രല്ല ചിന്തിക്കുന്നത്? ദിസ് ഇസ് ബി. ഇഫ് മൈ മദർ വെ അലൈവ് ഷി വുഡ് ഡെഫിനറ്റ്ലി ടേക്ക് മീ ടു ദ ബോൾ. ഗോഡ് വൈ ഡിഡ് യു ടേക്ക് മൈ മദർ അവേ ഫ്രം മീ സോ സൂൺ. ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിട്ടാനായിരുന്നു, നീ എന്തിനാ എൻ്റെ അമ്മനെ ഇത്ര പെട്ടെന്ന് വിളിച്ച ദൈവമേ എന്നാണ് അടുത്ത ചിന്ത. ഇനി സി എന്താണ്? I am always in the kitchen doing all kinds of cooking, cleaning and washing. I have to sleep on the hearth among cinders. I am always dusty and dirty. No wonder they call me Cinderella. God, why this cruel fate for me? അപ്പോൾ സിൻഡ്രല്ലയുടെ ഫേറ്റ്, വിധിയോർത്ത് സിൻഡ്രല്ല പണി ചെയ്യുന്നതും സിൻഡ്രല്ലിനെ എന്തുകൊണ്ട് സിൻഡ്രല്ല എന്ന് വിളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിൻഡ്രല്ല അവിടെ ചിന്തിക്കുന്നത്. നാലാമത്തെ ഡി ആണ്. ദിസ് ഇസ് ദ ഡി. I want to go for the ball, but I have only these rags. God, please help me. I know you are kind and listen to those who pray to you. Show me your mercy and let me attend the ball. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനോട് അനുവാദം ചോദിക്കാൻ, മീൻസ് ലൈക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കണേ, അങ്ങനെ ഒരു തോട്ടാണ് ലാസ്റ്റത്തെ വരുന്നത്. അപ്പോൾ സിൻഡ്രല്ലയുടെ തോട്ട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഇസ് ആക്ടിവിറ്റി 2. The prince became very sad when Cinderella left him. The servants brought him the glass shoe that Cinderella had left him in the room. He wanted to find out the beautiful girl who had danced with him. The next day, he sent messengers to announce that the prince would visit every home to find out the lady. Finally, the prince came to Cinderella's house. Let us develop a skit based on the events that made Cinderella the prince's bride. The following ladder of events will help you develop the skit. നമ്മൾ തന്നെ സ്കിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണോ, സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയാണ്? ദ പ്രിൻസ് വിസിറ്റ് സിൻഡ്രല്ല. ഫസ്റ്റ് അങ്ങനെയല്ലേ, സിൻഡ്രല്ല സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ട്രൈ ദ ഗ്ലാസ് ഷൂസ്. പിന്നെ സിൻഡ്രല്ല ട്രൈസ് ദ ഗ്ലാസ് ഷൂസ് ആൻഡ് ഇറ്റ് ഫിറ്റ്സ് വെൽ. ദ പ്രിൻസ് മേക്ക് സിൻഡ്രല്ല ഹിസ് ബ്രൈഡ്. ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ഒരു ലാഡർ ഫോളോ ചെയ്താൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാം, സ്കിറ്റ് ഡെവലപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ വി ഹാവ് ടു ഫോളോ ദിസ് ലാഡർ. എന്ന് വെച്ചാൽ സിറ്റുവേഷൻസ് മനസ്സിലായല്ലോ. ആദ്യം പ്രിൻസ് വരുന്നത്, സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഷൂസ് ട്രൈ ചെയ്യുന്നത്, സിൻഡ്രല്ല ഇടുമ്പോൾ അത് ഫിറ്റ് ആവുന്നത്, പ്രിൻസ് കല്യാണം കഴിക്കുന്നത്. ഓക്കെ അല്ലേ? ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? സിൻഡ്രല്ല ഉണ്ട്, പ്രിൻസ് ഉണ്ട്, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് സിസ്റ്റർ 1, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് 2 ഉണ്ട്, ഫാരി ഗോഡ് മദർ, എ കോർട്ടിയർ വരുന്നുണ്ട്. അപ്പോൾ കർട്ടൻ റേസസ്, എ വെൽ ഡെക്കറേറ്റഡ് റൂം ഓഫ് സിൻഡ്രല്ലാസ് ഹൗസ്. Cinderella's stepmother and stepsisters are eagerly waiting for the prince. A courtier enters and announces the arrival of the prince. അപ്പോൾ സിറ്റുവേഷൻ ഓൾറെഡി നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവർ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഡെവലപ്പ് ദ സ്കിറ്റ്. അപ്പോൾ കോർട്ടിയർ വന്നിട്ട് പറഞ്ഞു, ദ പ്രിൻസ് ഇസ് ഹിയർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് മദർ പറയുന്നത്? വെൽക്കം പ്രിൻസ്, പ്ലീസ് ഗീവ് മീ ദ ഷൂ. ഐ ഹാവ് 2 daughters. ഐ എം ഷുവർ ഇറ്റ് ബിലോങ്സ് ടു വൺ ഓഫ് ദം. അപ്പോൾ എന്താണ്? വെൽക്കം, സ്വാഗതം എന്ന് പറയും. എന്നിട്ട് എനിക്ക് 2 ഡോട്ടേഴ്സ് ഉണ്ട്, അപ്പോൾ ആരുടെയോ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഷുവർ, ഉറപ്പ്. ഫ്രണ്ട്സ്, ഹിയർ ഇസ് ദ ഷൂ, ലെറ്റ് യുവർ ഡോട്ടേഴ്സ് ട്രൈ ഇറ്റ്. എന്താണ് പ്രിൻസ് എന്താ പറയുന്നത്? ഷൂ എന്നാണ്, ട്രൈ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് മദർ ടേക്സ് ദ ഗ്ലാസ് ഷൂസ് ആൻഡ് റഷസ് ഇൻ ടു ദ ഇന്നർ റൂം വെർ ദ എൽഡർ ഗേൾ ഇസ് ഈഗർലി വെയിറ്റിംഗ്. ഷി ഗേവ്സ് ദ ഷൂ ടു ദ എൽഡർ ഡോട്ടർ. എൽഡർ ഡോട്ടറിന് ഷൂസ് കൊടുക്കുന്ന ആ സിറ്റുവേഷൻ ഇല്ലേ? സ്റ്റെപ്പ് സിസ്റ്റർ 1 ആണത്. മദർ, ദ ഷൂ ഇസ് ടു സ്മോൾ ഫോർ മൈ ഫുട്ട്, മൈ ടോ ഡസ് നോട്ട് എൻഡർ എന്ന് പറയും. സ്റ്റെപ്പ് മദർ ഗിവിംഗ് ഹർ എ നൈഫ്, കട്ട് ദാറ്റ് ടോ ഓഫ്. വെൻ യു ആർ ദ ക്യൂൻ യു ഡോണ്ട് ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. ഓർക്കണ്ടല്ലോ സിറ്റുവേഷൻ. അപ്പോൾ ഇതിപ്പോൾ ഡയലോഗായി. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഓരോരുത്തർ വന്ന് ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ കൂട്ടിയാൽ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഡയലോഗ്സ് ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞാൽ ദ സ്കിറ്റ് ഇസ് റെഡി. The elder girl cuts off the toe and pushes her foot into the glass shoe. She then goes to the prince, suppressing the pain. Prince എന്താണ്? noticing blood in the shoe. You are not the right person. Get out of my sight എന്ന് പറഞ്ഞ് ചൂടാവുന്നുണ്ട്. സ്റ്റെപ്പ് മദർ വരും. പ്രിൻസ്, it might be my younger daughters. Okay. പ്രിൻസ് പറയും, okay, let her try it. Take the shoe. Step mother takes the shoe and rushes to another room where the younger girl is anxiously waiting. She gives the shoe to her, asking to wear it. അപ്പോൾ രണ്ടാമത്തെ മോൾക്ക്, ഇളയ മോൾക്ക് ഷൂസ് കൊടുക്കുന്ന സിറ്റുവേഷൻ ആണ്. സ്റ്റെപ്പ് സിസ്റ്റർ 2 അല്ലേ? ആഫ്റ്റർ ട്രൈയിങ് ഇറ്റ് ഫോർ സം ടൈം, മദർ, ഇറ്റ് ഡസ് നോട്ട് ഫിറ്റ് മൈ ഫുട്ട്, ഇറ്റ് ഇസ് ടു സ്മോൾ, മൈ ഹീൽ ഡസ് നോട്ട് എൻറ്റർ. എൻ്റെ ഹീൽ ഇതിൽ കയറില്ല മദർ, അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് മദർ എന്താ പറയുന്നത്? ഗിവിംഗ് ഹർ ദ നൈഫ് ഫോർ ഹിം, കട്ട് ഓഫ് എ പീസ് ഫ്രം യുവർ ഹീൽ. when you are the queen, you don't have to go on foot. അപ്പോൾ ക്യൂൻ ആയി കഴിഞ്ഞാൽ
ഫുട്ടിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് സോ കട്ട് ചെയ്യാൻ പറയും. Step sister cuts off a piece from a heel and thrusts a foot inside and goes to the prince. Prince, I can see blood in the shoe. Go away from here. It is not your shoe. At this time, Cinderella comes. A situation നമുക്ക് അറിയാലോ. അപ്പോൾ Cinderella വരുന്നു, Your Majesty, let me try it. അപ്പോൾ Prince, it seems I have met you before, but I can't remember where. Okay, try it. Cinderella easily puts it on her foot. Prince is very happy. You are the girl I was looking for. Cinderella then produces the glass shoe that was with her. The fairy godmother appears and touches Cinderella with the magic wand. Cinderella's rags change into clothes of silk and gold. The prince, dancing with joy. This is my bride, Cinderella. You are the most beautiful girl in the world. I will marry you and take you to my palace. The stepsister, Cinderella, we are very sorry for what we have done. Cinderella, never mind the past. You can also come with me to the palace. There is joy all around. The curtain falls. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്കിറ്റിലുള്ള കാര്യങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ സ്കിറ്റ് എങ്ങനെയാണ്, ഡയലോഗ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്, ഇനി ക്യാരക്ടേഴ്സ് ഓരോരുത്തർക്ക് അസൈൻ ചെയ്യുക, അഭിനയിക്കുക. സോ ദ സ്കിറ്റ് ഈസ് റെഡി. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 3 ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. The prince invited the girls in the land to the ball through a public announcement. ഒരു പബ്ലിക് അനൗൺസ്മെന്റിലൂടെയാണ് പ്രിൻസ് ബോളിനെ ഇൻവൈറ്റ് ചെയ്തത്. ദിസ് വാസ് ദ അനൗൺസ്മെന്റ് റെഡ് ബൈ ദ മെസ്സഞ്ചർ ഇൻ പബ്ലിക് പ്ലേസസ്. ഇതായിരുന്നു മെസ്സേജ്. നോക്കാം. For the attention of all the people of the country, the majesty shall have a ball on his palace on next Sunday. അപ്പോൾ നെക്സ്റ്റ് സൺഡേ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. The all unmarried girls of the kingdom are invited to the ball. The majesty shall choose one among them as his bride. അതായിരുന്നു ഇൻവിറ്റേഷൻ. സോ വാട്ട് വി ഹാവ് ടു ഡു അല്ലേ, നമുക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കിയാലോ. The prince choose Cinderella as his bride. The prince asked the messenger to make an announcement in public places around the kingdom about the royal wedding. Prepare the announcement. അപ്പോൾ റോയൽ വെഡിങ്ങിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. Royal wedding. For the attention of all the people in the country, His Majesty has the pleasure to inform all the people that his son, the royal prince, will marry Cinderella on 21 August 2022. The ceremony will take place at the palace grounds at 11 a.m. After the ceremony, the reception is held at the palace hall. All of you are invited to take part in the royal luncheon and pray God to shower his blessings on the new couple. In the afternoon, there will be a variety entertainment program including a musical evening and dances by some of the famous Malayalam film actors. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ജസ്റ്റ് ഒരു മോഡലാണ്. നിങ്ങൾക്ക് അതിലെ വെന്യൂ, ഡേറ്റ്, ബാക്കി വെന്യൂ പാലസ് മതി, ബാക്കി ഡേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ലൈക്ക് പ്രോഗ്രാംസ് എന്തൊക്കെ വേണം, ഇതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് എഴുതാം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജസ്റ്റ് ഒരു മോഡലാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ആഡ് ചെയ്യണം, സോ യു വോണ്ട് എ ബോൾ ഡാൻസ് എന്നോ അതൊക്കെ വരുമ്പോൾ ഇവിടെ മാറ്റുമല്ലോ. ഇൻ ദ ആഫ്റ്റർനൂൺ ദർ വിൽ ബി എ വെറൈറ്റി ഓഫ് ഡിഷസ് ആൻഡ് എന്താണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ദെൻ we can, after that there will be a ball dance where you can perform and the actors from different industries will perform there എന്നൊക്കെ പറഞ്ഞ്. So at that you can develop your own. അത് അത്രയേ ഉള്ളൂ. So there is nothing in that. Okay, you can write. Okay, activity 4 ആണ് ചെയ്യാൻ പോകുന്നത്. We usually invite friends and relatives for parties or celebration. Here are 2 such invitations. Read them. Join us for the birthday party. Our little Peter is turning 9. Saturday, October 4, 11 a.m. at our residence, Green Valley, Perur. We hope to see you there. അപ്പം ഇൻവിറ്റേഷൻ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ദിസ് ഇസ് എ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ആണ്. ഇപ്പുറത്ത് നോക്കാം. വിത്ത് യുവർ ബ്ലെസ്സിങ്സ് ലെറ്റ് അവർ ഹോം ബി ബ്ലെസ്ഡ് ഫോർ എവർ. We cordially invite you and your family on the occasion of the housewarming ceremony on Saturday, March 8 at 8 a.m. ആരാണ്? പ്രകാശ് നെസ്റ്റ് റോസ് ഗാർഡൻ, കൊച്ചി. അത് കാണുമ്പോൾ നമുക്കറിയാം ഒരു വീടിൻ്റെ പടമാണ് തന്നേക്കണം. സോ ദാറ്റ് ഇസ് എൻ ഹൗസ് വാമിംഗ് ഇൻവിറ്റേഷൻ ആണ്. അപ്പോൾ ഈ 2 ഇൻവിറ്റേഷൻ കാർഡും കണ്ടിട്ടുണ്ട്. നമുക്കൊരു മോഡൽ മനസ്സിലായി. ഒന്നൊരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ആണ്, ഒന്നൊരു ഹൗസ് വാമിംഗ് ഇൻവിറ്റേഷൻ ആണ്. നോക്കാം. Now design an invitation card for your birthday. നമ്മുടെ ബർത്ത്ഡേക്ക് ഒരു ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അപ്രോക്സിമേറ്റ് ഏജ് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ whom you want to invite, ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണ് where the venues, എവിടെയാണ് വെന്യൂ നടക്കുന്നത്, when it will be, എന്നാണ് നടക്കുന്നത്. ഇപ്പോൾ മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും അതൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി I will be 13 on 17 July 2023. I am becoming a teenager. My parents want to make it a big occasion as they feel I'm going to be a responsible teenager. To celebrate the occasion,
My birthday party is organized at home. Green Villa, Asad Road, Irnyalakuda. Phone number തന്നിട്ടുണ്ട് 8547023456. The time is 6 PM. ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ യൂഷ്വലി എന്താണ് ഈവനിങ്സ് ഒക്കെ നടത്താറുണ്ട് മിക്കവരും. The cake will be cut at exactly 6 and so make it a point to come on time. My parents and I look forward to your gracious presence to make the occasion a grand one. Do come, let us celebrate this mega event of my life together. Liz Job. അപ്പം നമ്മൾ ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ പറയുമ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തൊക്കെ വേണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ വെന്യൂ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ടൈം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡേറ്റ് ജൂലൈ 17 ജൂലൈ. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദീസ് 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആക്ച്വലി. ഓക്കെ. Activity 5. Here are some words to describe Cinderella. Use more words to fill in the blanks. അപ്പോൾ സിൻഡ്രലിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള കുറച്ച് 2 വേർഡ്സ് തന്നിട്ടുണ്ട്. സ്മാർട്ട്, അട്രാക്റ്റീവ്. കുറച്ച് സ്പേസസ് ഉണ്ട്. നമുക്ക് അവിടെ സിൻഡ്രലിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് സിൻഡ്രല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് എഴുതിക്കൂടെ അല്ലേ. സിൻഡ്രല്ല ഈസ് ബ്യൂട്ടിഫുൾ ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ഇത്രയും സ്റ്റോറി വായിച്ചിട്ട് നമുക്ക് സിൻഡ്രല്ല ബ്യൂട്ടിഫുൾ അല്ലെന്ന് തോന്നിയോ? ഇല്ലല്ലോ, സിൻഡ്രല്ല ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ ബ്യൂട്ടിഫുള്ളായി, അട്രാക്റ്റീവായി, സ്മാർട്ടായി. പിന്നെന്താണ് ഇനി ലവബിൾ അല്ലേ. ലവബിൾ ഗേൾ ആണ് സിൻഡ്രല്ല. പിന്നെന്താണ് സിൻഡ്രല്ലക്ക് ഗോഡ് ഫിയറിങ് ആണ് അല്ലേ. ഒരു ദൈവ ഭയമുള്ള കുട്ടിയല്ലേ. പിന്നെന്താണ് കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് നമുക്ക് എഴുതിക്കൂടെ, അല്ലെങ്കിൽ ഫൊർഗീവിങ് എന്ന് പറയാം. അപ്പോൾ കൈൻഡ് ഹാർട്ടഡ് ആണ് അല്ലെങ്കിൽ ഫൊർഗീവിങ് എന്ന് പറയാം. കൈൻഡ് ഹാർട്ടഡ് ചെയ്ത ദയുള്ള അല്ലേ, അതുകൊണ്ടാണല്ലോ എല്ലാവരോടും ക്ഷമിക്കുന്നത്. സോ ഈ ആക്ടിവിറ്റി മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാം. Moving on to the next, that is activity 6. Activity 6 എത്തി നമ്മൾ. അപ്പോൾ എന്താ നോക്കാം. Read the extract from the story given below. In the ballroom, she looked like a princess. Nothing was then heard but a confused noise. How beautiful she is! How beautiful she is! Read the following reactions of different people as Cinderella walked into the ballroom. അപ്പോൾ ബോൾറൂമിൽ വാക്ക് ചെയ്തപ്പോൾ how beautiful she is എന്ന് പറയുന്നുണ്ട്. what a smart girl she is. how pretty she looks. അങ്ങനെ 3 പേരുടെ റെസ്പോൺസ് ആണ്, റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. let us make similar expression using the words given in the bracket. how എന്താണ് happy she is അല്ലേ. how happy she is പറയാം. how happy she is പറയാം. what a strange sight. ആഡ് ചെയ്യാം. ഇനി ഒരെണ്ണം നമുക്ക് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ആഡ് ഇവിടെ തന്നേക്കണം കൊണ്ടിട്ടാണ് ഇങ്ങനെ എഴുതുന്ന. ഹൗ സെൽഫിഷ് ഷീ ഈസ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. The prince exclaims how beautiful she is. We can change this expression in the following way. She is very beautiful അല്ലേ. how beautiful she is എന്ന് പറയുമ്പോൾ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് വരുമ്പോൾ തന്നെ that is an exclamatory sentence. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ we will put exclamatory മാർക്ക് മാത്രമല്ല, we express strong emotions ആണ്. ഇപ്പോൾ how selfish she is, എന്തൊരു സ്വാർത്ഥയാണല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രോങ് ഫീലിംഗ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ. അപ്പോൾ അതുകൊണ്ടാണ് വെരി വന്നേക്കണം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയണം. ബിക്കോസ് ഈ ബ്യൂട്ടിഫുൾ ഇവിടെ നമ്മളതൊരു എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് സ്പേസ്. ഹൗ കൈൻഡ് ഷീ ഈസ് വെരി കൈൻഡ്. ഇനി അടുത്തത് നമുക്ക് ഷീ ഈസ് വെരി സ്മാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഹൗ സ്മാർട്ട് ഷീ ഇസ് അല്ലേ. എക്സ്ക്ലമേഷൻ ഇതാ മറക്കരുത്. വാട്ട് എ ലവ്ലി ഗേൾ ഷീ ഇസ്. അപ്പോൾ എന്താണ്? ഷീ ഇസ് വെരി ലവ്ലി. ഓക്കെ. ഇനി ഷീ ഈസ് വെരി യങ്. അപ്പോൾ എന്താണ് വരിക? ഹൗ യങ് ഷീ ഇസ്. എക്സ്ക്ലമേഷൻ മറക്കരുത്. മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ഹൗ യു ഫിൽ ദീസ് തിങ്സ്. ഓക്കെ. സോ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചാപ്റ്ററും ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസും മിസ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്.
So you also must refer all these things to study more, and you will get more additional questions from that. Okay, additional questions ഇഷ്ടം പോലെ ഉണ്ട് ബുക്സിൽ. അപ്പോൾ സോ യു ക്യാൻ റെഫർ ടു ദാറ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞു അല്ലേ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സോ നമ്മൾ കണ്ട ചാപ്റ്റർ സിൻഡ്രല്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതാണെന്ന് മിസ് പറഞ്ഞു. നമുക്കറിയാം, ഒരു പെൺകുട്ടി വീട്ടിലെ പണികളൊക്കെ എടുത്ത് അമ്മയുടെ മരണശേഷം അച്ഛൻ കല്യാണം കഴിക്കുന്നത് ഒരു സ്റ്റെപ്പ് മദർ വരുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ്. സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൻ്റെയും സ്റ്റെപ്പ് മദറിൻ്റെയും കളിയാക്കലും അവരുടെ ക്രൂരതകളൊക്കെ സഹിക്കേണ്ടി വരുന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം മാജിക് കൊണ്ട് ഫെയറി ഗോഡ് മദർ വന്ന് ബ്ലെസ് ചെയ്യുന്നു. അങ്ങനെ പ്രിൻസിൻ്റെ ബ്രൈഡ് ആകുന്നു, പ്രിൻസസ് ആകുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ് വരുന്ന ആ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. സോ ദാറ്റ് ഇസ് സിൻഡ്രല്ല. എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. See you in the next class with next chapter. So until then, thank you children.